ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ അധ്യാപക കൂട്ടം കേഡറ്റ് പ്ലസ് ഇന്നത്തെ സൈക്കോളജി ക്ലാസ് നയിക്കുന്നത് കസ്തൂർബ ഗാന്ധി ടിടിയിലെ അധ്യാപികയായ വിദ്യ PS ആണ്. അപ്പം ക്ലാസ് നയിക്കുന്നതിന് ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ക്ലാസ്സിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. വിദ്യ ടീച്ചറെ. താങ്ക് യു. ഓക്കെ സാർ, ഓക്കെ. തുടങ്ങാം സാറേ. നമ്മള് ഈ ഇന്നത്തെ ദിവസം ഞാൻ ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഭാഷാ വികാസത്തിന്റെ ആദ്യ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എന്താ സാറേ മേലെ ക്ലിയർ ആവുന്നില്ല. കുഴപ്പമില്ല, ഒന്നുകൂടെ പറഞ്ഞു നോക്കി. ഭാഷാവികാസം ആദ്യത്തെ 2-3 ആഴ്ചകളിൽ ശിശുവിന്റെ ഭാഷണം കരച്ചിലാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ സാറേ? കേൾക്കാം. ഓക്കെ സാർ, ഓക്കെ. പിന്നെ ജീവിതത്തിന്റെ ആദ്യ ആഴ്ച മുതൽ കുട്ടി പുറപ്പെടുവിക്കുന്നത് സ്വരശബ്ദങ്ങളാണെന്നാണ് പറയുന്നത്. സ്വരാക്ഷരങ്ങളാണ് ആദ്യത്തെ ആഴ്ചകളിൽ കുട്ടി പുറപ്പെടുവിക്കുന്നത്. അതെന്ന് പറയുന്നത്, ആ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് തന്നെ അവന്റെ ശാരീരിക ആവശ്യങ്ങൾക്കുള്ള പ്രതികരണങ്ങളോ ശാരീരിക പ്രവർത്തനങ്ങളുടെ അനുബന്ധനങ്ങളോ ആയിരിക്കും ഇത്തരം ശബ്ദങ്ങൾ. ഇത്തരം ശബ്ദങ്ങളെ കൂജനം എന്ന് പറയുന്നു. അപ്പൊ ആദ്യത്തെ ആഴ്ച കുഞ്ഞ് പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ സ്വരശബ്ദങ്ങളാണ്. അത് അവന്റെ ശാരീരിക ആവശ്യങ്ങൾക്കുള്ള പ്രതികരണങ്ങളോ ശാരീരിക പ്രവർത്തനങ്ങളുടെ അനുബന്ധനങ്ങളോ ആയിരിക്കും. ഇത്തരം ശബ്ദങ്ങളെ കൂജനം എന്ന് പറയുന്നു. ഓർത്തു വെച്ചോണം. കുറേയധികം ക്വസ്റ്റ്യൻസ്, ഒരു വർഷം 5 ക്വസ്റ്റ്യൻസ് ഈ ഭാഷാ വികാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു കുറച്ച് നല്ല എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഭാഷാ വികാസം. പിന്നീട് 4 മാസം പ്രായമാകുന്നതോടെ കുട്ടി മിക്കവാറും എല്ലാ ശബ്ദങ്ങളിലും സ്വാധീനം നേടുന്നു. ഏതാനും ചില വ്യഞ്ജന ശബ്ദങ്ങളും സ്വായത്തമാക്കാൻ ഈ പ്രായത്തിൽ കുട്ടിക്ക് കഴിയും. ഈ പ്രായത്തിൽ കുട്ടികൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ ജൽപ്പനം എന്ന് പറയുന്നു. 4 മാസം പ്രായമാകുമ്പോഴത്തേക്ക് കുഞ്ഞ് കുറെ കൂടുതൽ ശബ്ദങ്ങളിൽ സ്വാധീനം നേടുന്നു. ചില വ്യഞ്ജനാക്ഷരങ്ങളിലും കുഞ്ഞ് സ്വാധീനം നേടുന്നുണ്ട്. അപ്പം ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളെ ജൽപ്പനം എന്ന് പറയുന്നു. ജൽപ്പനം ഭാഷാവികാസത്തിന്റെ പരിശീലന ഘട്ടമാണെന്നും പറയുന്നുണ്ട്. ഭാഷാവികാസത്തിന്റെ പരിശീലന ഘട്ടങ്ങളാണ് ജൽപ്പനങ്ങൾ എന്നും പറയുന്നു. അതുപോലെ ഭാഷാഭ്യാസത്തിലെ അതിപ്രധാനമായ ഒരു ഘടകമാണ് ഉച്ചാരണം എന്ന് പറയുന്നത്. അനുകരണത്തിൽ കൂടിയാണ് കുട്ടി ഉച്ചാരണം പഠിക്കുന്നത്. അനുകരണത്തിൽ കൂടിയാണ് ഉച്ചാരണം നേടുന്നത് കുട്ടികൾ. സ്വരാക്ഷരങ്ങളാണ് ആദ്യത്തിൽ കുട്ടി അനുകരിക്കുന്നത് എന്നത്. സ്വരാക്ഷരങ്ങളാണ്, ശേഷമാണ് അവൻ വ്യഞ്ജനാക്ഷരങ്ങളിൽ അനുകരിക്കാൻ തുടങ്ങുന്നത്. 1 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞ് ഏകപദങ്ങൾ ഒക്കെ ഉപയോഗിച്ചു തുടങ്ങും. ഒരു പദം മാത്രമുള്ള രീതിയിൽ അവൻ സംസാരിച്ചു കൊടുക്കും. അവന് വിശക്കുമ്പോൾ അവൻ പാല് എന്ന് മാത്രമായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും കുഞ്ഞിന് വിശക്കുന്നു, പാല് വേണം എന്ന് മനസ്സിലാക്കും. പാല് എന്ന് പറയുന്ന ഒരു പദം മാത്രമായിരിക്കും കുട്ടി ആ പ്രായത്തിൽ ഉച്ചരിക്കുന്നത്. പിന്നെ ഭാഷാവികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന സഹജ ഘടകങ്ങൾ എന്ന് പറയുന്നത് അവന്റെ ശാരീരിക നില, പരിപക്വനം, ബുദ്ധി, ലിംഗഭേദം തുടങ്ങിയവയാണ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ലിംഗഭേദം എടുത്ത് നോക്കിക്കഴിയുമ്പോഴും പെൺകുട്ടികളാണ് ആൺകുട്ടികളെക്കാട്ടിൽ വേഗത്തിൽ സംസാരിച്ചു തുടങ്ങുന്നതും കൂടുതൽ പദസമ്പത്തുകൾ ആർജിക്കുന്നതും പെൺകുട്ടികളാണെന്ന് കാണാൻ സാധിക്കും. അതുപോലെ ചില പാരിസ്ഥിതിക ഘടകങ്ങളും ഭാഷാവികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. അത് ഗൃഹം, അതുപോലെ ദ്വിഭാഷിത്വം. ചില വീടുകളിൽ 2 ഭാഷ സംസാരിക്കുന്ന വീടുകളുണ്ടാകും. എൻ്റെ വീടിന്റെ ഒക്കെ അടുത്ത് ഒരുപാട് കൊങ്ങണി ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്. അവര് വീട്ടിൽ മുക്കാലും അവര് വീട്ടിൽ തനിയെ സംസാരിക്കുന്നത് ഈ കൊങ്ങണി ഭാഷയായിരിക്കും. അപ്പൊ അവരുടെ കുട്ടികൾക്ക് ആ ഒരു ഭാഷയിൽ ഒരു വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് അതൊരു ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഒരു ഭാഷ ഉറച്ചതിന് ശേഷം അടുത്ത ഭാഷ സംസാരിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി തുടങ്ങുകയാണെങ്കിൽ കുഴപ്പവും ഉണ്ടാവുകയുമില്ല. അതുപോലെ തന്നെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് വിദ്യാലയമാണ്.
ശരിക്കും പറഞ്ഞാൽ വിദ്യാലയം ഭാഷാ വികാസത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. കുഞ്ഞ് ആദ്യ കാലങ്ങളിൽ ഒരു 3 വയസ്സ് കഴിയുമ്പോൾ തന്നെ കുഞ്ഞ് ഒരു പ്രീ സ്കൂളിലേക്ക് വരികയാണ്. അപ്പൊ സ്കൂള് കുഞ്ഞിന്റെ ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം തന്നെയാണ്. ഇത് കൂടാതെ ചില ഭാഷണ വൈകല്യങ്ങളുമുണ്ട്. ഭാഷണ വൈകല്യങ്ങളുടെ കാരണങ്ങളായിട്ട് പറയുന്നത് ശാരീരിക തകരാറുകൾ തന്നെയാണ്. അതായത് നമ്മുടെ വാഗേന്ദ്രിയങ്ങളുടെ ന്യൂനതകൾ, അതുപോലെ ദന്തങ്ങൾ, അണ്ണാക്ക്, ചുണ്ടുകൾ, താടിയെല്ല് തുടങ്ങിയവയുടെ വൈകല്യങ്ങൾ, അതുപോലെ നാക്കിന്റെയും ചുണ്ടിന്റെയും പേശി ദൗർബല്യം, നാഡീ ദൗർബല്യം, ഇതൊക്കെയും ഭാഷാ വൈകല്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തെറ്റായ ഭാഷണ അഭ്യാസം, തെറ്റായ മാതൃകകളെ അനുകരിക്കൽ, അതിവേഗത്തിലുള്ള സംസാരം, ഇതൊക്കെയും ഭാഷണ വൈകല്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. 3-4 ഭാഷണ വൈകല്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒന്ന് കൊഞ്ചലാണ്, ബേബി ടോക്ക്. 2 കൊഞ്ഞ്, ലിസ്പ്. 3-മത്തെ അവ്യക്ത ഭാഷണം അഥവാ സ്റ്റേറിംഗ്. 4-മത്തെ വിക്ക്, അത് സ്റ്റട്ടറിംഗ് ആൻഡ് സ്റ്റാമറിംഗ്. വിക്ക് 2 തരത്തിലാണുള്ളത്. അതായത് ചിലർ സംസാരിക്കുമ്പോൾ ഈ വാക്കുകളോ ശബ്ദങ്ങളോ ഇങ്ങനെ ആവർത്തിക്കുന്നതായിട്ട് കാണാം. ഒരേ വാക്ക് തന്നെ കുറച്ച് തവണ ഇങ്ങനെ അവർ ആവർത്തിക്കും, അത് സ്റ്റട്ടറിംഗ് ആണ്. പിന്നെ ചില ആളുകൾക്ക് സംസാരിച്ചു തുടങ്ങാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ ദീർഘനേരം വിഷമിക്കുന്നു, അത് സ്റ്റാമറിംഗ് ആണ്. 2 തരത്തിലാണ് വിക്കുള്ളത്, സ്റ്റട്ടറിംഗ് ആൻഡ് സ്റ്റാമറിംഗ്. അപ്പൊ ഇത്രയുമാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനിയും ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളിലേക്ക് പോകാം. അതില് 1-മത്തേതാണ് ഘടനാവാദം. ആരാണ് ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ്? നമ്മൾ പഠിച്ചതാ, ആരാ? ആരെങ്കിലും ഒരാൾ? വൈഗോട്സ്കിയാണോ? വില്യം ബോണ്ട്. വില്യം ബോണ്ടാണ്, നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ ദിവസം സാറ് ആ ഒരു ഭാഗം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോയതുമായിരുന്നു. ഇനി പറഞ്ഞാല് ഭാഷാ വികാസത്തെ പറ്റി ഘടനാവാദം പറയുന്നത് ഇങ്ങനെയാണ്: ഭാഷയ്ക്ക് ഘടനാപരമായ സവിശേഷതകൾ ഉണ്ടെന്നും വാക്യത്തെ രൂപിമങ്ങളെ സ്വനിമങ്ങളായും വിശ്ലേഷിക്കാൻ കഴിയുമെന്നും ഘടനാവാദികൾ കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഭാഷയ്ക്ക് ഘടനാപരമായ സവിശേഷതകൾ ഉണ്ടെന്നും വാക്യത്തെ സ്വനിമങ്ങളായും വിശ്ലേഷിക്കാൻ കഴിയുമെന്നും ഘടനാവാദികൾ കണ്ടെത്തി. അവിടെ എന്താണ് രൂപിമം, സ്വനിമം എന്നൊന്ന് പറഞ്ഞു പോകാം. ജസ്റ്റ് നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുള്ളതാണ് രൂപിമവും സ്വനിമവും. ഭാഷയിലെ അർത്ഥമുള്ള ഏറ്റവും ചെറിയ ഘടകമാണ് രൂപിമം എന്ന് പറയുന്നത്. ഭാഷയിലെ അർത്ഥമുള്ള ഏറ്റവും ചെറിയ ഘടകമാണ് രൂപിമം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മിടുക്കന്മാർ എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അതിൽ മിടുക്ക്, അതിനൊരു അർത്ഥമുണ്ട്. മിടുക്ക് എന്ന് പറയുന്നത് രൂപിമം ആണ്. സ്വനിമം എന്ന് പറയുന്നത് ഭാഷയിലെ അർത്ഥവ്യത്യാസം ഉണ്ടാക്കാൻ കഴിവുള്ള ഏറ്റവും ചെറിയ ഘടകമാണ് സ്വനിമം എന്ന് പറയുന്നത്. ഭാഷയിലെ അർത്ഥവ്യത്യാസം ഉണ്ടാക്കാൻ കഴിവുള്ള ഏറ്റവും ചെറിയ ഘടകമാണ് സ്വനിമം. അപ്പൊ ഞാൻ ഒരു ഇംഗ്ലീഷില് KARA എന്ന് ഞാൻ എഴുതിയിട്ട് KARA. അപ്പൊ ചിലരത് കര എന്ന് വായിക്കും, ചിലരത് കറ എന്ന് വായിക്കും. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മുണ്ടിൽ കരയുണ്ട്, മുണ്ടിൽ കറയുണ്ട്. കണ്ടോ, ആ അർത്ഥവ്യത്യാസം വന്നത് കണ്ടു. അപ്പൊ അങ്ങനെയുള്ളവയാണ് സ്വനിമങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് ഈ വാക്യങ്ങളെ രൂപിമങ്ങളായും സ്വനിമങ്ങളായും വിശ്ലേഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ഘടനാവാദികളാണ് അങ്ങനെ കണ്ടെത്തിയത്. പിന്നെ 2-മത്, വാക്യഘടന വിശകലനം ചെയ്യുന്നതിന് ബ്ലൂംഫീൽഡ്, ഒരു ശാസ്ത്രജ്ഞനാണ്, ബ്ലൂംഫീൽഡ് ആവിഷ്കരിച്ച തൽക്ഷണ ഘടക വിശ്ലേഷണം, ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അനാലിസിസ്, ഏറെ പ്രശസ്തി നേടിയിട്ടുണ്ട്. എന്താണ്? വാക്യഘടന വിശകലനം ചെയ്യുന്നതിന്, ഒരു വാക്കിന്റെ ഘടനയെ വിശകലനം ചെയ്യുന്നതിന് ബ്ലൂംഫീൽഡ് ആവിഷ്കരിച്ച ഒരു മാർഗമാണ് തൽക്ഷണ ഘടക വിശ്ലേഷണം അഥവാ ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അനാലിസിസ് എന്നത്. എന്താണ് ഇനി തൽക്ഷണ ഘടക വിശ്ലേഷണം എന്ന് നോക്കിയാൽ, ഒരു വാക്യത്തെ അതിന്റെ തൊട്ടു താഴെയുള്ള ഘടകങ്ങളായും ഈ ഘടകങ്ങളെ തുടർന്ന് ഉപഘടകങ്ങളായും വിഭജിക്കുന്ന രീതിയാണ് തൽക്ഷണ ഘടക വിശ്ലേഷണം. അപ്പൊ ഒരു വാക്യത്തെ അതിന്റെ തൊട്ടു താഴെയുള്ള ഘടകങ്ങളായും ഈ ഘടകങ്ങളെ തുടർന്ന് ഉപഘടകങ്ങളായും മാറ്റുന്നു.
അതാണ് തൽക്ഷണ ഘടക വിശ്ലേഷണം. അത് കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൂംഫീൽഡ് ആണ്. ഭാഷ സ്വനിമങ്ങളും രൂപിമങ്ങളും ചേർന്നതാണ് എന്ന കണ്ടുപിടുത്തത്തെ, അതായത് ഭാഷ എന്ന് പറയുന്നത് സ്വനിമങ്ങളും രൂപിമങ്ങളും ചേർന്നതാണ് എന്ന കണ്ടുപിടുത്തത്തെ ഭൗതിക ശാസ്ത്രത്തിലെ ന്യൂട്ടൺ വിപ്ലവത്തോട് താരതമ്യപ്പെടുത്താം എന്ന് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് ലെവിസ് സ്ട്രോസ്. ഓക്കെ ഞാൻ സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഭാഷ ഒന്നുകൂടെ പറയാമെങ്കിൽ, വാക്യഘടന വിശകലനം ചെയ്യുന്നതിന് ബ്ലൂംഫീൽഡ് ആവിഷ്കരിച്ച തൽക്ഷണ ഘടക വിശ്ലേഷണം, ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അനാലിസിസ്. അപ്പൊ എന്താണ് ഈ ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അനാലിസിസ് എന്നത്? വാക്യത്തെ അതിന്റെ തൊട്ടു താഴെയുള്ള ഘടകങ്ങളായും അവയെ വീണ്ടും ഉപഘടകങ്ങളായും വിഭജിക്കാം എന്നതാണ് തൽക്ഷണ ഘടക വിശ്ലേഷണം. പിന്നെ പറയുന്നത് ഒരു കോട്ടിംഗ് ആണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു നിർത്തിയത് ഭാഷ സ്വനിമങ്ങളും രൂപിമങ്ങളും ചേർന്നതാണ് എന്ന കണ്ടുപിടുത്തത്തെ ഭൗതിക ശാസ്ത്രത്തിലെ ന്യൂട്ടൺ വിപ്ലവത്തോട് താരതമ്യപ്പെടുത്താം. ന്യൂട്ടന്റെ ഭൗതിക ശാസ്ത്രത്തിലുള്ള വിപ്ലവങ്ങളോട് നമുക്ക് ഈ ഘടനാവാദികൾ പറഞ്ഞിരിക്കുന്ന ഭാഷയെ എന്ന് പറയുന്നത് സ്വനിമങ്ങളും രൂപിമങ്ങളുമാണെന്ന ആ ഒരു കണ്ടെത്തലിനെ അതിനുമായിട്ട് ന്യൂട്ടന്റെ ഭൗതിക ശാസ്ത്രത്തിലെ ന്യൂട്ടൺ വിപ്ലവവുമായി താരതമ്യപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സയന്റിസ്റ്റ് ആരാണ്? ലെവിസ് സ്ട്രോസ് ആണ്. ലെവിസ് സ്ട്രോസ്. അതാണ് ഘടനാവാദം ഭാഷയെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഈ രണ്ടാമതായിട്ട് നമുക്ക് സ്കിന്നർ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. സ്കിന്നർ ആരാണ്? ഏത് വാദവുമായി ബന്ധപ്പെട്ട ആളാണ് സ്കിന്നർ? ബിഹേവിയറിസം അഥവാ ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദം. എന്താണ് സ്കിന്നർ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത്. അപ്പൊ മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണത്രേ കുട്ടി ഭാഷ പഠിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഓപ്പറൻ കണ്ടീഷനിങ്, സ്കിന്നറുടെ സിദ്ധാന്തമാണല്ലോ ഓപ്പറൻ കണ്ടീഷനിങ്. അപ്പൊ ഈ ഓപ്പറൻ കണ്ടീഷനിങ് വഴിയാണ് ഏതു ചേഷ്ടയും പഠിച്ചെടുക്കുന്നത് എന്നതാണ് സ്കിന്നറുടെ സിദ്ധാന്തം. ആർജിച്ച ചേഷ്ടകളെ പരിസരം ഏതെങ്കിലും ഒരു രീതിയിൽ പ്രബലനം ചെയ്യുന്നുമുണ്ട്. സ്കിന്നറുടെ പ്രബലനം, പോസിറ്റീവ് പ്രബലനം, നെഗറ്റീവ് പ്രബലനം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഓപ്പറൻ കണ്ടീഷനിങ് വഴിയാണ് കുട്ടി ഏത് ചേഷ്ടയും പഠിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഭാഷയും പഠിക്കുന്നത്. അപ്പൊ കുട്ടി ചെയ്യുന്ന ഏതൊരു ചേഷ്ടയെയും പരിസരം എന്ത് ചെയ്യുന്നുണ്ട്? പ്രബലനം ചെയ്യുന്നുമുണ്ട് എന്ന് സ്കിന്നർ അവകാശപ്പെടുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യ ശിശു ഭാഷ പഠിക്കുന്ന കാര്യത്തെയും ചേഷ്ടാവാദത്തിന്റെ പരിധിയിൽ ആണ് സ്കിന്നർ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് അദ്ദേഹം ഭാഷയെ വാചിക ചേഷ്ട അഥവാ വെർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആകാം: ഭാഷയെ വാചിക ചേഷ്ട അഥവാ വെർബൽ ബിഹേവിയർ എന്ന് പറഞ്ഞതാര്? സ്കിന്നർ ആണ് ഭാഷയെ വാചിക ചേഷ്ട എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? അതായത് ചോദകവും ഒരു പ്രതികരണവും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അദ്ദേഹം പറയുന്നത് എന്താണ്? ചേഷ്ടാവാദത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് സ്കിന്നർ അഭിപ്രായപ്പെടുന്നത്. സ്കിന്നറിന്റേത് ചോദക പ്രതികരണം SR റിലേഷൻ അല്ല, RS ബോണ്ടാണ്. അതും കൂടെ ഓർത്തോണം, ഇപ്പൊ ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അദ്ദേഹം പറയുന്നു തെറ്റുതിരുത്തലും പ്രബലനവും ഭാഷാ പഠനത്തിന് ആവശ്യമാണെന്ന്. അപ്പൊ കുട്ടി ഒരു തെറ്റ് വരുത്തുമ്പോൾ അത് തിരുത്തി കൊടുക്കണം, ഭാഷ ശരിയാകണമെങ്കിൽ എന്നാണ് സ്കിന്നർ അഭിപ്രായപ്പെടുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം. അപ്പൊ തെറ്റുതിരുത്തലും പ്രബലനവും ഭാഷാ പഠനത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞത് സ്കിന്നറാണ്. ഇത്രയുമാണ് സ്കിന്നറുടെ ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ. അടുത്തത് പിയാഷെയാണ്. പിയാഷെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭാഷാ പഠനത്തിൽ ചേഷ്ടാവാദത്തിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് മനഃശാസ്ത്രജ്ഞനാണ് പിയാഷെ. അപ്പൊ ചേഷ്ടാവാദത്തിന്റെ നിരർത്ഥകതയെ പിന്നെ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മനഃശാസ്ത്രജ്ഞനാണ് ജീൻ പിയാഷെ. അദ്ദേഹം കുട്ടികളുടെ ഭാഷണത്തെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഭാഷണം രണ്ടു തരത്തിലാണെന്നാണ് പിയാഷെ അഭിപ്രായപ്പെടുന്നത്.
അത് സ്വയം ഭാഷണം അഥവാ ഈഗോസെൻട്രിക് സ്പീച്ച്. രണ്ടാമത്തെ സാമൂഹീകൃത ഭാഷണം അഥവാ സോഷ്യലൈസ്ഡ് സ്പീച്ച്. അപ്പം സ്വയം ഭാഷണം അഥവാ ഈഗോസെൻട്രിക് സ്പീച്ച്, സാമൂഹീകൃത ഭാഷണം അഥവാ സോഷ്യലൈസ്ഡ് സ്പീച്ച് എന്നിങ്ങനെ പിയാഷെ കുട്ടികളുടെ ഭാഷണത്തെ രണ്ടായി തിരിച്ചു. ഇനി എന്താണ് അവയെന്ന് നോക്കാം. സ്വയം ഭാഷണത്തിൽ ശ്രോതാക്കളില്ല, തന്നെത്താനെയുള്ള സംസാരമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ തനിയെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതാണ് സ്വയം ഭാഷണം. അവർക്ക് അവിടെ കേൾവിക്കാരൊന്നും വേണമെന്നില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് തോന്നുന്ന കാര്യങ്ങളും ഒക്കെ അവരിങ്ങനെ സംസാരിക്കുന്നു. പിന്നെ അദ്ദേഹം വേറൊരു തരം ഭാഷണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ് സാമൂഹിക സ്വയം ഭാഷണം. സാമൂഹിക സ്വയം ഭാഷണം അഥവാ കളക്റ്റീവ് മോണോലോഗ്. സാമൂഹിക സ്വയം ഭാഷണം അതെന്താണെന്ന് അറിയാമോ? പല കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് കട്ടായി പോകണമെന്ന് മനസ്സിലാവണില്ല. കട്ടായി പോകുന്നുണ്ടോ? എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല മിസ്, ഇല്ല. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ മാഡം. ഓക്കെ. അപ്പൊ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കേട്ടോ. ഓക്കെ ടീച്ചർ. ഓക്കെ, നോക്കിയേ. അപ്പൊ പല കുട്ടികൾ ഒരുമിച്ച് ചേർന്നാലും ഓരോരുത്തരും തന്നെത്താനെ സംസാരിക്കുന്നത് കാണാം. ഇതാണ് സാമൂഹിക ഭാഷണം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്വയം ഭാഷണം? കുട്ടി തനിയെ സംസാരിക്കുന്നത്. സാമൂഹീകൃത ഭാഷ പിന്നെ ഓരോരുത്തരും ചേർന്ന് കഴിഞ്ഞാലും കുട്ടി തനിയെ സംസാരിക്കുന്നത് കാണാം. അതാണ് സാമൂഹിക സ്വയം ഭാഷണം അഥവാ കളക്റ്റീവ് മോണോലോഗ്. പിന്നെ സാമൂഹീകൃത ഭാഷണത്തിൽ പരസ്പരം ആശയവിനിമയം നടത്തുക. അപ്പൊ സാമൂഹീകൃത ഭാഷണത്തിൽ കുട്ടികൾ പരസ്പരം ആശയവിനിമയം നടത്തുകയാണ്. മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു, അവരെ വഴക്കു പറയുന്നു, അവര് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നു. ഇതൊക്കെയും സാമൂഹീകൃത ഭാഷണമാണ്. അപ്പൊ സാമൂഹിക ഭാഷണവും സാമൂഹീകൃത ഭാഷണവും രണ്ടാണ്. മനസ്സിലായോ? അത് സാമൂഹിക ഭാഷണം എന്ന് പറയുന്നത് പല കുട്ടികൾ ഒരുമിച്ചു ചേർന്നാലും ഓരോരുത്തരും തന്നെത്താനെ സംസാരിക്കുന്നതാണ് സാമൂഹിക ഭാഷണം. സാമൂഹീകൃത ഭാഷണത്തിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്നു. ക്ലിയർ ആയല്ലോ? അത് രണ്ടെണ്ണം. അപ്പൊ ടീച്ചർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. എന്തോ? പിയാഷെ രണ്ട് അഭിപ്രായപ്പെട്ടത് ഒരെണ്ണം സ്വയം ഭാഷണവും ഒരെണ്ണം സാമൂഹീകൃതവും. ഭാഷണം. ഈ സ്വയം ഭാഷണത്തിൽ തന്നെയുള്ള ഒരു കാര്യമാണ് സാമൂഹിക സ്വയം ഭാഷണം. ശരി ശരി, ക്ലിയർ ആയി ടീച്ചർ. അപ്പൊ സ്വയം ഭാഷണത്തിൽ ശ്രോതാക്കളില്ല, തന്നെത്താനെ സംസാരിക്കുന്നു. പക്ഷെ അടുത്തൊരു സ്റ്റേജിലേക്ക് കുട്ടികൾ ഒന്നിച്ചിരുന്ന് കളിക്കുവോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും അവർ സ്വയം സംസാരിക്കും. അവിടെ അവർ മറ്റുള്ളവരോടല്ല സംസാരിക്കുന്നത്, സ്വയമാണ് സംസാരിക്കുന്നത്. അതാണ് സാമൂഹിക സ്വയം ഭാഷണം. ടീച്ചർക്ക് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണ്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ചിന്തയിലൂടെയാണ് കുട്ടികൾ വളരുന്നതെന്നും ഭാഷ പിന്നീട് കൈവരികയാണ് ചെയ്യുന്നതെന്നും പിയാഷെ അഭിപ്രായപ്പെട്ടു. എന്താണ്? ചിന്തയിലൂടെയാണ് കുട്ടികൾ വളരുന്നതെന്നും ഭാഷ പിന്നീട് കൈവരുന്നതാണെന്നും പിയാഷെ അഭിപ്രായപ്പെട്ടു. ചിന്തയ്ക്ക് ശേഷമാണ് ഭാഷ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നത് ചിന്തയ്ക്ക് പ്രതീകാത്മക രൂപം നൽകുന്നത് ഭാഷയാണെന്ന്. അത് നമ്മുടെ ചിന്തയെ സിംബിളൈസ് ചെയ്യുന്നത് ഭാഷയാണെന്ന് പറയുന്നത്. ചിന്തയ്ക്ക് പ്രതീകാത്മക രൂപം നൽകുന്നത് ഭാഷയാണെന്നും പിയാഷെ അഭിപ്രായപ്പെടുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു 2 മുതൽ 7 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടികളുടെ ചിന്തയ്ക്ക് വഴക്കമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ 2 മുതൽ 7 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടികളുടെ ചിന്തയ്ക്ക് വഴക്കമില്ല എന്ന് പിയാഷെ അഭിപ്രായപ്പെടുന്നു. കുട്ടികളിൽ ഈ 2 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ കേന്ദ്രീകരണം അഥവാ സെൻട്രേഷൻ എന്ന് പറഞ്ഞ ഒരു സവിശേഷത ഉള്ളതായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതെങ്കിലും ഒരു സവിശേഷതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവാണ് കേന്ദ്രീകരണം അഥവാ സെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സെൻട്രേഷൻ എന്ന് പറയുന്നത് ഇതിനൊരു ഉദാഹരണമായി പിയാഷെ എടുത്തു പറയുന്നുണ്ട്. കേന്ദ്രീകരണവും സ്വയം ഭാഷണവും ഏറെക്കുറെ സമാനമാണ് എന്നും പിയാഷെ അഭിപ്രായപ്പെടുന്നു. അപ്പൊ കേന്ദ്രീകരണവും സ്വയം ഭാഷണവും ഏറെക്കുറെ സമാനമാണെന്നും പിയാഷെ അഭിപ്രായപ്പെടുന്നുണ്ട്. 2 മുതൽ 7 വയസ്സ് വരെ കുട്ടിയുടെ ഭാഷയ്ക്ക് വഴക്കമില്ല എന്ന് പറയുന്നു. അപ്പം അതുപോലെ ആ 2 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കേന്ദ്രീകരണം എന്ന് പറയുന്ന സെൻട്രേഷൻ എന്ന് പറയുന്ന സ്വഭാവത്തെയും
അതുപോലെ ഈ സ്വയം ഭാഷണവും ഏറെക്കുറെ സമാനമാണെന്നും പിയാഷെ അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നെ 7 മുതൽ 11 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ ഭാഷാശേഷി ചിന്ത കുറെ കൂടി വികേന്ദ്രീകൃതമാണ്, ഡീസെൻട്രലൈസ്ഡ് ആണ്. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? സംഭവങ്ങളുടെ പിറകിലേക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഈ ഘട്ടത്തിൽ കുട്ടി പ്രകടിപ്പിക്കുന്നു. അപ്പൊ അവന് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ട്, അപ്പൊ ഇത് എങ്ങനെയാണ് നടന്നത്, എങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ നടന്നതെന്ന് അവന് പിറകിലേക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് 7 മുതൽ 11 വയസ്സുവരെയുള്ള കുട്ടിയുടെ ആ ഒരു ചിന്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി വികേന്ദ്രീകൃതമാണ്, ഡീസെൻട്രലൈസ്ഡ് ആണ്. അപ്പൊ സംഭവങ്ങളുടെ പിറകിലേക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഈ ഘട്ടത്തിൽ കുട്ടി ആർജിക്കുന്നതായിട്ട് പറയും. ഇത്രയുമാണ് പിയാഷെയുമായിട്ട് ബന്ധപ്പെട്ട ഭാഷാവികാസം പറയുന്നത്. അടുത്തത് വൈഗോട്സ്കി ആണ്. ഇവരൊക്കെ ആരാണ്? പിയാഷെയും വൈഗോട്സ്കിയൊക്കെ ഏത് സിദ്ധാന്തമാണ്? ജ്ഞാനനിർമ്മിതിവാദം. ഓക്കെ, ജ്ഞാനനിർമ്മിതിവാദികളാണ്, കൺസ്ട്രക്റ്റിവിസ്റ്റ്. അപ്പൊ വൈഗോട്സ്കി എന്താണ് ഭാഷാ വികാസത്തെ പറ്റി പറയുന്നതെന്ന് നോക്കാം. സാമൂഹിക പ്രവർത്തനത്തിൽ നിന്ന്, ശ്രദ്ധിച്ചോളൂ, സാമൂഹിക പ്രവർത്തനത്തിൽ നിന്ന് കുറെ കൂടി വ്യക്തിപരമായ പ്രവർത്തനങ്ങളിലേക്കുള്ള മാറ്റം ആണ് സ്വയം ഭാഷണം എന്ന് വൈഗോട്സ്കി പറയുന്നു. നേരത്തെ പിയാഷെ എന്താണ് സ്വയം ഭാഷണം എന്ന് പറഞ്ഞത്? സ്വയം സംസാരിക്കുക, അവിടെ ശ്രോതാക്കളൊന്നും ഉണ്ടാകണമെന്ന് കുട്ടിക്ക് നിർബന്ധമില്ല. ഇവിടെ വൈഗോട്സ്കി പറയുന്നത് സാമൂഹിക പ്രവർത്തനത്തിൽ നിന്നും, അവൻ ആദ്യം സാമൂഹിക പ്രവർത്തനമായിരുന്നു, അതിൽ നിന്നും കുറച്ചും കൂടി വ്യക്തിപരമായ പ്രവർത്തനങ്ങളിലേക്കുള്ള മാറ്റമാണ്. അവൻ തനിയെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സ്വയം ഭാഷണം ഉണ്ടാകുന്നത് എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അതുപോലെ വൈഗോട്സ്കി പറഞ്ഞു, സ്വയം ഭാഷണം ക്രമേണ ആന്തരിക ഭാഷണം അഥവാ ഇന്നർ സ്പീച്ച് ആയി മാറുന്നെന്ന് പറയുന്നു. വൈഗോട്സ്കി സ്വയം ഭാഷണം കുറച്ച് കഴിയുമ്പോൾ ആന്തരിക ഭാഷണം അഥവാ ഇന്നർ സ്പീച്ച് ആയി മാറുന്നു. ഈ ആന്തരീകരണം ചിന്തയെ സഹായിക്കുന്നു. അപ്പൊ ആ സ്വയം ഭാഷണം ആന്തരിക ഭാഷണമാകുന്നത്, ആ ഒരു പ്രോസസ്, അതാണ് ആന്തരീകരണം അഥവാ ഇന്റീരിയറൈസേഷൻ, INTERIORISATION, ഇന്റീരിയറൈസേഷൻ എന്ന് പറയും, ആന്തരീകരണം. അപ്പൊ അത് നമ്മളുടെ ചിന്തയെ, കുട്ടികളുടെ ചിന്തയെ സഹായിക്കുന്ന ഒന്നാണ് സ്വയം ഭാഷണം. സ്വയം ഭാഷണം എന്തായി മാറുന്നത്? ആന്തരിക ഭാഷണമായി മാറുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ചിന്തയും ഭാഷയും വേറിട്ടാണ് വികാസം പ്രാപിക്കുകയും ധർമ്മം അനുഷ്ഠിക്കുന്നു. അപ്പൊ ചിന്തയുടേതായ രീതിയിൽ വികസിക്കുന്നു, ഭാഷയുടേതായ രീതിയിൽ വികസിക്കുന്നു. അപ്പൊ രണ്ടും ഒന്നിച്ചല്ല. ആദ്യ സമയങ്ങളിൽ ചിന്തയും ഭാഷയും വേറിട്ട് തന്നെയാണ് വികസിക്കുന്നത് എന്നാണ് വൈഗോട്സ്കിയുടെ അഭിപ്രായം. ചിന്തയും ഭാഷയും വേറിട്ടാണ് വികാസം പ്രാപിക്കുകയും ധർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുന്നതെന്ന് വൈഗോട്സ്കി അഭിപ്രായപ്പെടുന്നു. നോക്കിക്കേ, ശിശുവിന്റെ കരച്ചിലും കൂകലും അസ്പഷ്ടമായ ശബ്ദങ്ങളും ആദ്യത്തെ പദങ്ങളുമെല്ലാം ഭാഷയുടെ വികാസത്തിന്റെ ഘട്ടങ്ങൾ തന്നെയാണെങ്കിലും അവ ചിന്താരഹിത ഭാഷയാണ്, നോൺ കോഗ്നിറ്റീവ് ആണ്, ചിന്താരഹിത. അപ്പൊ കുഞ്ഞ് ആദ്യം പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളും അവന്റെ കരച്ചിലും അവന്റെ കൂകലും ഒക്കെ എന്താണ്? ഭാഷാവികാസത്തിന്റെ ഘട്ടങ്ങൾ തന്നെയാണെങ്കിലും അവിടെ ഒന്നും എന്തില്ല? ചിന്തയില്ല. അപ്പൊ മനസ്സിലായല്ലോ, ചിന്തയും ഭാഷയും രണ്ടായിട്ടാണ് വികസിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ ആ ഒരു ബേസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പം ആദ്യഘട്ടങ്ങളിൽ ചിന്തയും ഭാഷയും രണ്ടായിട്ട് വികസിക്കുന്നു. കുഞ്ഞു പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ, അസ്പഷ്ടങ്ങളായ ശബ്ദങ്ങൾ, അവന്റെ കരച്ചിൽ, അവന്റെ കൂകൽ, ഇതൊക്കെ എന്ത് തന്നെയാണ്? ഭാഷാവികാസത്തിന്റെ ഘട്ടങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടെ ഒന്നും എന്തില്ല? ചിന്തയില്ല. അതുകൊണ്ട് ഭാഷയുടെ വികാസത്തിലെ ചിമ്പാൻസി ഘട്ടം എന്നാണ് വൈഗോട്സ്കി ഇതിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഭാഷയുടെ വികാസത്തിലെ ചിമ്പാൻസി ഘട്ടം എന്നാണ് പിയാഷെ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, ചിമ്പാൻസി ഘട്ടം. അപ്പം രണ്ടാമത് അദ്ദേഹം പറയുന്നു, എന്തോ വൈഗോട്സ്കി ആണോ പിയാഷെ ആണോ? വൈഗോട്സ്കിയാണ് പറയുന്നത്, വൈഗോട്സ്കി. അടുത്തത്, ചിന്തയുടെ വികാസത്തിൽ ഭാഷാരഹിത ചിന്ത എന്ന ആദ്യ ഘട്ടവുമുണ്ട്. ഭാഷാരഹിത ചിന്ത, ഭാഷ ഇല്ലാതെ കുഞ്ഞെന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു.
അതായത് കമ്പ് ഉപയോഗിച്ച് ഒരു കളിപ്പാട്ടം എടുക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള നാഡീപേശി പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നത് ഭാഷയില്ലാത്ത ചിന്തയാണ്. ദൂരെ ഇരിക്കുന്ന ഒരു കളിപ്പാട്ടത്തെ അല്ലെങ്കിൽ അവൻ എത്താത്ത ഒരു സാധനത്തിനെ അവൻ ഒരു കമ്പ് ഉപയോഗിച്ച് അവന്റെ അടുക്കലേക്ക് നീക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഭാഷയില്ലാത്ത ചിന്തയാണ്. അപ്പൊ അവൻ ചിന്തിക്കുന്നു, അത് അവൻ എടുക്കാൻ പറ്റും. അപ്പൊ ഭാഷയില്ലാതെ ചിന്തിക്കുന്നതാണ്. അപ്പം ചിന്ത ഭാഷയില്ലാതെയും ഭാഷ ചിന്തയില്ലാതെയും ഉണ്ടാകുന്നതായി വൈഗോട്സ്കി അഭിപ്രായപ്പെടുന്നു. 2 വയസ്സിന് മുമ്പ് ചിന്തയും ഭാഷയും വേറിട്ടു തന്നെയാണ് വികസിക്കുന്നത്. 2 വയസ്സിൽ അവ തമ്മിൽ സമന്വയിച്ച് ഒരു പുതിയ രൂപം ഉണ്ടാകുന്നു. അവിടെ ഭാഷയുടെ ഒരു വിസ്ഫോടനം തന്നെ നടക്കുമെന്നാണ് വൈഗോട്സ്കി അഭിപ്രായപ്പെടുന്നത്. അപ്പൊ 2 വയസ്സ് വരെ ചിന്തയും ഭാഷയും വേറിട്ട് വികസിക്കുന്നു. 2 വയസ്സിൽ ചിന്തയും ഭാഷയും എന്ത് ചെയ്യുന്നു? സമന്വയിച്ച് ഒരു പുതിയ രൂപം ഉണ്ടാകുന്നതായും വൈഗോട്സ്കി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഭാഷയുടെ ഒരു വിസ്ഫോടനം നടക്കുന്നതായിട്ട് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. പിന്നെ വൈഗോട്സ്കി പറയുന്ന മറ്റൊരു കാര്യമാണ് ചിന്തയുടെ സംഘാടനത്തിനുള്ള ഉപകരണമാണ് ഭാഷ. ചിന്തയുടെ സംഘാടനത്തിനുള്ള ഉപകരണമാണ് ഭാഷ എന്നും വൈഗോട്സ്കി പറഞ്ഞിരിക്കുന്നു. എന്താണ്? ചിന്തയുടെ സംഘാടനത്തിനുള്ള ഉപകരണമാണ് ഭാഷ. ചിന്തയുടെ വികാസം നിശ്ചയിക്കുന്നതും ഭാഷയാണെന്നും വൈഗോട്സ്കി ഊന്നി പറയുന്നുണ്ട്. എന്താണ്? ചിന്തയുടെ വികാസം എങ്ങനെ ചിന്തയെ ഡെവലപ്പ് ചെയ്യിക്കുന്നത് ഭാഷയാണെന്നും വൈഗോട്സ്കി അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് വൈഗോട്സ്കി ഭാഷാ വികാസത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ബ്രൂണറാണ്. ബ്രൂണർ പറഞ്ഞിരിക്കുന്നത് ശിശുവിന് ഭാഷയില്ല, പക്ഷേ ശിശുവും അമ്മയും തമ്മിൽ ആശയവിനിമയം നടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശിശുവിന് ഭാഷയില്ല എങ്കിലും ശിശുവും അമ്മയും തമ്മിലുള്ള ആശയവിനിമയം നടക്കുന്നു. ചൂണ്ടിക്കാണിക്കൽ, ദൃഷ്ടി, ഇതൊക്കെ ആശയവിനിമയത്തിലുള്ള മാർഗങ്ങളാണെന്ന് ബ്രൂണർ അഭിപ്രായപ്പെടുന്നു. അതായത് കുഞ്ഞിന് TV കാണണമെങ്കിൽ അവൻ TV-യിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ TV-യിലേക്ക് നോക്കുന്നു. അവനൊരു കളിപ്പാട്ടം വേണമെങ്കിൽ കുഞ്ഞ് കളിപ്പാട്ടം ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ അമ്മ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ കളിപ്പാട്ടത്തിലേക്ക് നോക്കുന്നു. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും, ഒന്ന് TV-യിൽ ചൂണ്ടിക്കാണിക്കുക, TV-യിലേക്ക് നോക്കുകയാണെങ്കിൽ TV കുഞ്ഞിനെ കാണണം, അല്ലെങ്കിൽ കളിപ്പാട്ടത്തിലേക്കാണ് അവൻ നോക്കുന്നതെങ്കിൽ അവൻ ആ കളിപ്പാട്ടം വേണം. അത് കുഞ്ഞിന്റെ ആ ദൃഷ്ടിയിലൂടെയും അതായത് അവന്റെ അംഗങ്ങളിലൂടെയൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് ബ്രൂണർ പറയുന്നത്. കുട്ടിയുടെ ഭാഷാ പ്രകടനങ്ങളിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഊഷ്മളത അതിപ്രധാന ഘടകമാണെന്ന് പറയുന്നുണ്ട്. അപ്പം കുഞ്ഞും അമ്മയും തമ്മിൽ നല്ല ഒരു ഊഷ്മള ബന്ധമുണ്ടെങ്കിലേ അവന്റെ ഭാഷ ഡെവലപ്പ് ചെയ്യുമെന്നാണ് ബ്രൂണർ പറയുന്നത്. അപ്പം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഇടപഴകലുകളിൽ ഊഷ്മളത ഇല്ലെങ്കിൽ അത് ശിശുവിന്റെ ഭാഷാ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കും എന്നും ബ്രൂണർ അഭിപ്രായപ്പെട്ടു. അപ്പൊ ഇത്രയുമാണ് ബ്രൂണർ ഭാഷാ വികാസത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോം ചോംസ്കി, ഭാഷാശാസ്ത്രജ്ഞനായ നോം ചോംസ്കിയെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഭാഷാശാസ്ത്രജ്ഞനാണ്. ഭാഷാ പഠനത്തിലെ ജ്ഞാതൃപരമായ പങ്കിന് നോം ചോംസ്കി ഊന്നൽ നൽകുന്നുണ്ട്. ഭാഷാ പഠനത്തിൽ ജ്ഞാതൃപരമായ പങ്ക് അദ്ദേഹം പറയുന്നത് വിവിധ വിഭാഗം ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭാഷകൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ അന്തരമുണ്ട്, എന്നാൽ ആന്തരികമായി അവ തമ്മിൽ പൊരുത്തമുണ്ട്. അപ്പൊ ഓരോ വിഭാഗത്തിലുള്ള ആളുകൾ, ഇപ്പം നമ്മൾ തമിഴ്നാട്ടില് തമിഴ് പറയുന്നു, നമ്മൾ മലയാളം പറയുന്നു, കർണാടകത്തിൽ കന്നഡ പറയുന്നു, അങ്ങനെ വിവിധ വിഭാഗം ഭാഷകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഈ ഭാഷകളെല്ലാം ആന്തരികമായി എന്തുണ്ടെന്ന് പറയുന്നു? തമ്മിൽ പൊരുത്തമുണ്ട് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. അതുപോലെ ഓരോ ഭാഷയ്ക്കും അവയുടേതായ വ്യാകരണങ്ങളാണുള്ളതെങ്കിലും എല്ലാ ഭാഷകളും ഉദ്ഭവിക്കുന്നത് ഒരു പൊതുവായ വ്യാകരണ ഘടനയിൽ നിന്നാണെന്ന് ചോംസ്കി സിദ്ധാന്തിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അദ്ദേഹത്തിന്റെ. അതായത് ഓരോ ഭാഷയ്ക്കും അവയുടേതായ വ്യാകരണ വ്യവസ്ഥ അഥവാ ഗ്രാമർ സിസ്റ്റം ഉണ്ടെങ്കിലും ഏത് ഭാഷയും ഉത്ഭവിക്കുന്നത് പൊതുവായ ഒരു വ്യാകരണ വ്യവസ്ഥയിൽ നിന്നാണെന്നാണ് ചോംസ്കി വാദിക്കുന്നത്.
അദ്ദേഹം പറയുന്നത് ഈ വ്യാകരണ വ്യവസ്ഥ എല്ലാ മനുഷ്യരുടെയും മസ്തിഷ്കത്തിൽ ജന്മനാ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുമാണ്. അപ്പൊ എല്ലാ ഭാഷയ്ക്കും അവയുടേതായ വ്യാകരണങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ ഭാഷകളും ഉത്ഭവിക്കുന്നത് ഒരു പൊതു വ്യാകരണ വ്യവസ്ഥയിൽ നിന്നാണെന്നും ആ വ്യാകരണ വ്യവസ്ഥ എല്ലാ മനുഷ്യരുടെയും മസ്തിഷ്കത്തിൽ ജന്മനാ മുദ്രണം ചെയ്തിരിക്കുന്നു എന്നും ചോംസ്കി അഭിപ്രായപ്പെടുന്നു. അപ്പം മനുഷ്യ മനസ്സിൽ അഥവാ മസ്തിഷ്കത്തിൽ ഭാഷയ്ക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള ഈ ഘടകത്തെ ആദ്യകാലത്ത് ഭാഷാ സമാർജന ഉപകരണം അഥവാ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഭാഷാ സമാർജന ഉപകരണം എന്നാണ് വിശേഷിപ്പിച്ചത്. മനസ്സിലായോ? മനസ്സിലായി മിസ്. ക്ലിയർ ആയോ? ടീച്ചർ ഒന്നും പറയുമോ? ചോംസ്കി ഇത് ഇച്ചിരി അതാ എനിക്ക് തോന്നുന്നു ഒരിത്തിരി ബുദ്ധിമുട്ടാണ് ചോംസ്കിയുടെ ആ ഒരു ഭാഷാ വികാസം. അതായത് ഓരോ ഭാഷയ്ക്കും പ്രത്യേകം വ്യാകരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിലും എല്ലാ ഭാഷകളും ഉത്ഭവിക്കുന്നത് പൊതുവായ ഒരു വ്യാകരണ ഘടനയിൽ നിന്നാണ്. ഈ വ്യാകരണ വ്യവസ്ഥ എല്ലാ മനുഷ്യരുടെയും മസ്തിഷ്കത്തിൽ ജന്മനാ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ജന്മനാ ഉള്ളൊരു വ്യാകരണ ഘടകം നമ്മൾ എല്ലാവരിലും ഉണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ മസ്തിഷ്കത്തിലോ ഭാഷയ്ക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള ഈ ഘടകത്തെ ആദ്യകാലത്ത് വിളിച്ച പേരാണ് ഭാഷാ സമാർജന ഉപകരണം അഥവാ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് LAD. പക്ഷേ 1980-കളിൽ ഈ LADയെ എന്ത് വിളിക്കുന്നു? സാർവലൗകിക വ്യാകരണം അഥവാ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് വിളിച്ചു തുടങ്ങി. അപ്പൊ ഈ LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിനെയാണ് 1980-കൾ മുതൽ നമ്മൾ യൂണിവേഴ്സൽ ഗ്രാമർ അഥവാ സാർവലൗകിക വ്യാകരണം എന്ന് വിളിച്ചു തുടങ്ങിയത്. ഓക്കെ. അപ്പം സർവഭാഷാ വ്യാകരണത്തെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങളാണ് ചോംസ്കിയുടെ രചനാന്തരണ പ്രജനന വ്യാകരണം അഥവാ ട്രാൻസ്ഫോർമേഷൻ ജനറേറ്റീവ് ഗ്രാമർ എന്നറിയപ്പെടുന്നത്. എന്താണ്? സർവഭാഷാ വ്യാകരണത്തെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങളാണ് ചോംസ്കിയുടെ രചനാന്തരണ പ്രജനന വ്യാകരണം അഥവാ ട്രാൻസ്ഫോർമേഷൻ ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നു. എഴുതിയല്ലോ, രചനാന്തരണ പ്രജനന വ്യാകരണം അഥവാ ട്രാൻസ്ഫോർമേഷൻ ജനറേറ്റീവ് ഗ്രാമർ. അപ്പൊ സർവഭാഷാ വ്യാകരണത്തെ കുറിച്ചുള്ള ഈ സിദ്ധാന്തങ്ങൾ എല്ലാം കൂടെ ചേർന്നാണ് രചനാന്തരണ പ്രജനന വ്യാകരണം എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയ ഒരു പ്രബന്ധമാണ്, ഒരു ഗവേഷണ പ്രബന്ധമാണ് എ ക്രിട്ടിക് ഓൺ സ്കിന്നേഴ്സ് വെർബൽ ബിഹേവിയർ. എ ക്രിട്ടിക് ഓൺ സ്കിന്നേഴ്സ് വെർബൽ ബിഹേവിയർ എന്ന ചോംസ്കിയുടെ ഗവേഷണ പ്രബന്ധമാണ് ഭാഷാശാസ്ത്രത്തിൽ സ്കിന്നറുടെ സ്വാധീനം തകർത്തു കളഞ്ഞത്. അതുവരെയും സ്കിന്നറുടെ പ്രബലനവും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ഒക്കെയാണ് ഭാഷാ വികാസത്തെയും സ്വാധീനിക്കുന്നത് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന നമ്മള് ഈ എന്തോ ആ തിയറി ഒന്നുകൂടെ പറയണേ. ആ സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് അതല്ല, ചോംസ്കി സ്കിന്നറിന്റെ ക്രിട്ടിക് ഓൺ സ്കിന്നേഴ്സ് വെർബൽ ബിഹേവിയർ. എ ക്രിട്ടിക് ഓൺ സ്കിന്നേഴ്സ് വെർബൽ ബിഹേവിയർ. ഓക്കെ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഭാഷാ പഠന സന്ദർഭങ്ങളുടെ സ്വാഭാവികമായ പുനർഭവിക്കൽ അഥവാ റെക്കറൻസ് ആണ് ഭാഷാ പഠനത്തിന് ആവശ്യം എന്നും തെറ്റുതിരുത്തലിലൂടെയുള്ള പഠനം ഗുണകരമല്ല എന്നും ചോംസ്കി വാദിക്കുന്നു. പക്ഷെ സ്കിന്നർ എന്താ പറഞ്ഞത്? തെറ്റ് തിരുത്തണം എന്നാണ് സ്കിന്നർ പറഞ്ഞല്ലേ, തെറ്റ് തിരുത്തി കൊടുക്കണം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇവിടെ ചോംസ്കി പറയുന്നത് ഇപ്രകാരമാണ്: ഭാഷാ പഠന സന്ദർഭങ്ങളുടെ സ്വാഭാവികമായ പുനർഭവിക്കൽ, വീണ്ടും ആ
ഭാഷയുടെ ഉപയോഗം വീണ്ടും വീണ്ടും സ്വാഭാവികമായി തന്നെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഭാഷ പഠിച്ചുകൊള്ളും. അല്ലാതെ അവരെ തെറ്റിതിരുത്തി അവരെ കറക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഭാഷാ പഠനത്തിൽ ഇല്ല എന്നാണ് ചോംസ്കി പറയുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ പേര് പുനർഭവിക്കൽ, സ്വാഭാവികമായ പുനർഭവിക്കൽ അഥവാ റെക്കറൻസ് ആണ് ഭാഷാ പഠനത്തിന് ആവശ്യം. തെറ്റുതിരുത്തലിലൂടെയുള്ള പഠനം ഗുണകരമല്ല എന്നും ചോംസ്കി വാദിക്കുന്നു. ഇത്രയുമാണ് ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ ഈ ഭാഷാ വികാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് കഴിഞ്ഞൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇത് എന്താ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഉള്ളതാണ്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. രക്ഷിതാക്കളുടെ പ്രബലനത്തോടെയുള്ള പ്രതികരണമായി കുട്ടികൾ ഉചിതമായ ശബ്ദവും രൂപവും ആർജിക്കുന്നു. ഏതു ഭാഷാ വികാസ സിദ്ധാന്തമാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്? രക്ഷിതാക്കളുടെ പ്രബലനത്തോടെയുള്ള പ്രതികരണമായി കുട്ടികൾ ഉചിതമായ ശബ്ദവും രൂപവും ആർജിക്കുന്നു. ഏതു ഭാഷാ വികാസ സിദ്ധാന്തമാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ്: എ വ്യവഹാരവാദം, ബി ജ്ഞാനനിർമ്മിതിവാദം, സി സാമഗ്ര്യവാദം, ഡി മാനവികതാവാദം. വ്യവഹാരവാദമാണോ മിസ്? അതെ, വ്യവഹാരവാദം. ഓക്കെ. ഇനി രണ്ടാമത്തേത്, വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന തന്ത്രം. വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന തന്ത്രം. ഓപ്ഷൻ എ ബോധപൂർവമുള്ള സംസാരം, ബി പ്രായോഗിക സന്ദർഭത്തിലുള്ള സംസാരം, സി ദീർഘമായ സംസാരം, ഡി താമസിച്ചുള്ള സംസാരം. ദീർഘമായ സംസാരമാണ്. ബോധപൂർവം സംസാരിക്കുന്ന ആളുകൾക്ക് പോലും സത്യം പറഞ്ഞാൽ ചിലപ്പോ ഒന്ന് വിക്കി പോകാറുണ്ട് നമ്മൾ. അതുപോലെ പ്രായോഗിക സന്ദർഭത്തിൽ മാത്രം സംസാരിക്കുക അതൊന്നും അല്ല, ദീർഘനേരം അവർ സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം. ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം രൂപിമം ആണ്. ഓക്കെ. ഇനി ഒരെണ്ണം കൂടെയുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു നിരീക്ഷണമാണ് നോം ചോംസ്കിയുടെ ഭാഷാ അർജനത്തെ അനുകൂലിക്കുന്നത്? ഓപ്ഷൻ എ കുട്ടിയുടെ ഭാഷാവികാസം ഏതു സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത്. ബി കുട്ടികൾ വളരെ വേഗത്തിലും അനായാസമായും ഭാഷാശേഷി കൈവരിക്കുന്നു. സി ഭാഷാവികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇവയെല്ലാം മിസ് ഓപ്ഷൻ എ ആണോ? ഇവയെല്ലാം എല്ലാമാണ്. ഇതെല്ലാം തന്നെ ചോംസ്കി പറഞ്ഞിരിക്കുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കുക, ചോംസ്കി ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് കുട്ടിയുടെ ഭാഷാവികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത്. 2 കുട്ടികൾ വളരെ വേഗത്തിലും അനായാസമായും ഭാഷാശേഷി കൈവരിക്കുന്നു. ഭാഷാവികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇതെല്ലാം നോം ചോംസ്കിയുടെ അഭിപ്രായങ്ങളാണ്. ഓക്കെ. ഇനി ഒരെണ്ണം കൂടെയുണ്ട്. ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അഥവാ LAD എന്ന ജന്മസിദ്ധമായ മാനസിക ഘടന ഓരോ കുട്ടിയിലും ഉണ്ട്. ഇങ്ങനെ സൂചിപ്പിച്ചതാര്? ചോംസ്കി. ഓക്കെ. അപ്പൊ ഇങ്ങനെ കുറെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇനി അടുത്തത് നിങ്ങളുടെ സിലബസിലുള്ള ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് കൺസ്ട്രക്ട് ഓഫ് ഇന്റലിജൻസ്, അതായത് തിയറീസ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഭാഗം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. തിയറീസ് ഓഫ് ഇന്റലിജൻസ് ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. ഇത് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അതിൽ ഒന്നാമത്തെ സിദ്ധാന്തമാണ് ഏക ഘടക സിദ്ധാന്തം, സിംഗിൾ ഫാക്ടർ തിയറി അഥവാ മൊണാർക്കിക് തിയറി എന്ന് പറയും. ഏക ഘടക സിദ്ധാന്തം അത് പറയുന്നത് ബുദ്ധിയെക്കുറിച്ചുള്ള ഏറ്റവും പഴക്കമേറിയ സിദ്ധാന്തം ഏക ഘടക സിദ്ധാന്തമാണ്.
അതെന്ന് പറയുന്നത് ബുദ്ധി എന്നത് ഒരൊറ്റ ഘടകമാണ്. ഒരു രംഗത്തും ബുദ്ധിമാനായ വ്യക്തി എല്ലാ രംഗത്തും ബുദ്ധിമാനായിരിക്കും എന്നതാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. അതായത് ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ കാര്യത്തിലും ബുദ്ധിമാനായിരിക്കും. അത് ഒറ്റ ഘടകം മാത്രമേ ഉള്ളൂ. ഒരാൾ ബുദ്ധിമാനാണെങ്കിൽ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകഘടക സിദ്ധാന്തത്തിൽ. രണ്ടാമത്തെ സിദ്ധാന്തം മനോഘടക സിദ്ധാന്തം അഥവാ മെന്റൽ ഫാക്കൽറ്റി തിയറി. മനോഘടക സിദ്ധാന്തം അഥവാ മെന്റൽ ഫാക്കൽറ്റി തിയറി. ഇവർ പറയുന്നത് ഇങ്ങനെയാണ്: ബുദ്ധി എന്നത് ഓർമ്മ, ശ്രദ്ധ, യുക്തിചിന്ത, ഭാവന തുടങ്ങിയ വിവിധ മാനസിക ഫാക്കൽറ്റികൾ അഥവാ മനോഘടകങ്ങൾ ചേർന്നതാണ്. അപ്പൊ അവര് പറയുന്നത് ബുദ്ധി എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നിട്ടാണ്? ഓർമ്മ, ശ്രദ്ധ, യുക്തിചിന്ത, ഭാവന തുടങ്ങിയ മാനസിക ഘടകങ്ങളൊക്കെയും മനോഘടകങ്ങളൊക്കെയും ചേർന്നതാണ് ബുദ്ധി എന്നാണ് പറയുന്നത്. അപ്പം അവര് വേറൊരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: അനുയോജ്യമായ പരിശീലനത്തിലൂടെ ഓരോ മനോഘടകത്തെയും പുഷ്ടിപ്പെടുത്താം എന്ന ചിന്താഗതിയും ഈ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ഓർമ്മയെയും ശ്രദ്ധയെയും യുക്തിചിന്തയെയും ഭാവനയും ഒക്കെ നമുക്ക് പരിശീലനത്തിലൂടെ മെച്ചപ്പെടുത്താം എന്നും മനോഘടക സിദ്ധാന്തം പറയുന്നുണ്ട്. കാലഹരണപ്പെട്ട ഒരു ബുദ്ധി സിദ്ധാന്തമാണ് മനോഘടക സിദ്ധാന്തം. മൂന്നാമത്തേതാണ് ദ്വിഘടക സിദ്ധാന്തം അഥവാ ടു ഫാക്ടർ തിയറി. ദ്വിഘടക സിദ്ധാന്തം അഥവാ ടു ഫാക്ടർ തിയറി. ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത് 1904 ചാൾസ് സ്പിയർമാൻ ആണ്. ചാൾസ് സ്പിയർമാൻ 1904. അപ്പൊ ദ്വിഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ചാൾസ് സ്പിയർമാൻ ആണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബുദ്ധിക്ക് 2 ഘടകങ്ങളുണ്ട്. ചാൾസ് സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത് ബുദ്ധിക്ക് 2 ഘടകങ്ങൾ ഉണ്ട് എന്നാണ്. ഏതൊക്കെയാണ്? ഒരു സാമാന്യ ഘടകം അഥവാ ജനറൽ ഫാക്ടർ, ജി ഫാക്ടർ എന്ന് പറയുന്നു. ഒരു സാമാന്യ ഘടകം ജനറൽ ഫാക്ടർ അഥവാ ജി ഫാക്ടർ. അതുപോലെ അനേകം വിശിഷ്ട ഘടകങ്ങൾ സ്പെസിഫിക് ഫാക്ടേഴ്സ്, എസ് ഫാക്ടേഴ്സ്. ഒരു സാമാന്യ ഘടകവും അനേകം വിശിഷ്ട ഘടകങ്ങളും ബുദ്ധിക്കുള്ളതായിട്ട് സ്പിയർമാൻ പറയുന്നു. ജനറൽ ഫാക്ടർ അഥവാ ജി ഫാക്ടറും സ്പെസിഫിക് ഫാക്ടേഴ്സ് അഥവാ എസ് ഫാക്ടേഴ്സ്. ജി ഘടകം മിക്കവാറും ജന്മസിദ്ധവും എസ് ഘടകം കർമ്മസിദ്ധവുമാണെന്ന് പറയുന്നു. അപ്പൊ ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞ ജി ഘടകം നമുക്ക് ജന്മനാ ഉള്ളതും എസ് ഘടകം കർമ്മസിദ്ധവുമാണ്, നമ്മളുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്നതുമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. എല്ലാ പ്രവർത്തനങ്ങളുടെയും വിജയത്തിന് ജി ഘടകം ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വിജയത്തിലെത്തണമെങ്കിൽ ഈ ജി ഘടകം വേണം. അതുപോലെ സവിശേഷ രംഗങ്ങളിലെ വിജയത്തിന് എസ് ഘടകവും വേണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയുടെ വിജയത്തിനും ജി ഫാക്ടർ ആവശ്യമാണ്. അതുപോലെ ഓരോ സവിശേഷ രംഗങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ എസ് ഘടകവും വേണം എന്നാണ് സ്പിയർമാൻ പറയുന്നത്. അതെങ്ങനെയാണെന്ന് ഒരു ഉദാഹരണം പറയാം. ഗണിതശാസ്ത്രത്തിൽ ഒരാൾ പ്രകടിപ്പിക്കുന്ന സ്ഥിതി പൊതുവായ ബുദ്ധി ഘടകം അഥവാ ജിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമായിരിക്കുന്നു. അതുപോലെ ഓരോ കാര്യത്തിലും പാട്ട് പാടാൻ കഴിവുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു സാമാന്യമായ ഒരു ജി ഘടകവുമുണ്ട്. പാട്ട് എന്ന് പറയുന്നത് ഗാനം അല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്നതിനകത്തുള്ള ഒരു പ്രത്യേകമായ ഒരു എസ് ഘടകവും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും വിജയം കാണണമെങ്കിൽ എസ് ഘടകവും ഉണ്ടായിരിക്കണം, ജി ഘടകവും ഉണ്ടായിരിക്കണം, സവിശേഷമായ എസ് ഘടകങ്ങളും ഉണ്ടായിരിക്കണം. ഇനി എന്താണ് ഈ ജി ഘടകത്തിന്റെ സവിശേഷതകൾ, ജനറൽ ഫാക്ടറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അത് ജന്മസിദ്ധമാണ്. അപ്പൊ ജി ഫാക്ടർ ജന്മസിദ്ധമാണ്. പൊതുവായ ഒരു മാനസിക ശക്തി വിശേഷമാണ് ജി ഫാക്ടർ എന്ന് പറയുന്നത്. അത് സ്ഥിരമാണ്, നമ്മൾ എന്നും ഒരേപോലെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ജി ഫാക്ടർ ഉണ്ടായിരിക്കും.
ജിയുടെ ജനറൽ ഫാക്ടറിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയവും കൂടുമെന്ന് പറയുന്നു. നമ്മൾ ഈ ജി ഫാക്ടർ എത്രത്തോളം നമ്മളിലുണ്ടോ അതിനനുസരിച്ച് നമ്മളുടെ ജീവിത വിജയവും കൂടുമത്രേ. ജിയുടെ അളവിൽ വ്യക്തി വ്യത്യാസം കാണാം. എന്താണ് ഒന്ന് മനസ്സിലാക്കണം. ജിയുടെ അളവ് ജനറൽ ഫാക്ടറിനകത്ത് എന്തുണ്ട്? വ്യക്തി വ്യത്യാസമുണ്ട്. ഇപ്പൊ എന്റെ ജി ഫാക്ടർ പോലെ ആയിരിക്കത്തില്ല ഇപ്പൊ വേണി ടീച്ചറിനുള്ള ജി ഫാക്ടർ, അല്ലെങ്കിൽ ലീന ടീച്ചർക്കുള്ള ജി ഫാക്ടർ. ഓരോരുത്തരിലും വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി അതാണ് എന്തൊക്കെയാണ് ജി ഘടകം? ജന്മസിദ്ധമാണ്, പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്, സ്ഥിരമാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്നു, ജിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയം കൂടുന്നു, ജിയുടെ അളവിൽ വ്യക്തി വ്യത്യാസം കാണുന്നു. ഓക്കെ, ഇനി നമുക്ക് എസ് ഘടകത്തിന്റെ സവിശേഷതകൾ ഒന്ന് നോക്കാം. പരിസ്ഥിതിയിൽ നിന്നും ആർജിക്കുന്നതാണ്. അപ്പൊ ജി ഘടകം ജന്മസിദ്ധമാണെങ്കിൽ എസ് ഘടകം പരിസ്ഥിതിയിൽ നിന്നും ആർജിക്കുന്നതാണ്. ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനങ്ങളിലും എസ് ഘടകം ഒരുപോലെ ആയിരിക്കില്ല പ്രവർത്തിക്കുക. അപ്പൊ എന്താ പറഞ്ഞ, ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനത്തിന്, അപ്പൊ ഓരോ പ്രവർത്തനത്തിനും നമുക്ക് വ്യത്യസ്തമായ എസ് ഘടകങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഓരോത്തിലുമുള്ള എസ് ഘടകം ഒരുപോലെ ആയിരിക്കുകയില്ല പ്രവർത്തിക്കുന്നത്. എസ് ഘടകത്തിന്റെ അളവിലും വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ ജി ഘടകത്തിലും എസ് ഘടകത്തിലും ഒരു കോമൺ ഫാക്ടർ പറഞ്ഞു. എന്താണത്? വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. സ്പിയർമാന്റെ ജി ഘടകത്തിനും എസ് ഘടകത്തിനും ഒരേപോലെയുള്ള സവിശേഷത ഏതാണെന്ന് ചോദിക്കാം. അത് വ്യക്തി വ്യത്യാസമാണ്. എസ് ഘടകത്തിലും ജി ഘടകത്തിലുമുള്ള ഇതേപോലെ വരുന്ന സവിശേഷത. ഇതാണ് എന്താണ് ടു ഫാക്ടർ ദ്വിഘടക സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി അടുത്ത നാലാമത്തെ സിദ്ധാന്തമാണ് ബഹുഘടക സിദ്ധാന്തം. അത് മൾട്ടിപ്പിൾ ഫാക്ടർ തിയറി, ബഹുഘടക സിദ്ധാന്തം. ആരാണെന്നറിയാമോ ഇതിന്റെ ഉപജ്ഞാതാവ്? ബഹുഘടക സിദ്ധാന്തത്തിന്റെ തോണ്ടേക്ക്. ബഹുഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് തോണ്ടേക്കാണ്. തോണ്ടേക്കിനെ നമ്മൾ വേറെ എവിടെ പഠിച്ചു? പഠനവുമായി ബന്ധപ്പെട്ട് ഏതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം? ട്രയൽ ആൻഡ് എറർ തിയറി, ശ്രമപരാജയ സിദ്ധാന്തം. ബഹുഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് തോണ്ടേക്കാണ്. അദ്ദേഹം പറയുന്നത് ബുദ്ധിശക്തി എന്ന് പറയുന്നത് നിരവധി വ്യത്യസ്ത ഘടകങ്ങൾ ചേർന്നതാണെന്ന് പറയുന്നത്. അപ്പൊ ബുദ്ധിശക്തി എന്ന് പറയുന്നത് എന്താണ്? നിരവധി വ്യത്യസ്ത ഘടകങ്ങൾ ചേർന്നതാണെന്ന് അഭിപ്രായപ്പെടുന്നു. അപ്പം അദ്ദേഹം വീണ്ടും ഒരു കാര്യം പറയുന്നത് ഇങ്ങനെ, ഏതെങ്കിലും രണ്ട് പ്രവർത്തികൾ തമ്മിൽ സാമ്യമുണ്ടെങ്കിൽ അത് വിജയകരമായി ചെയ്തു തീർക്കുന്നതിനാവശ്യമായ കഴിവുകളിലും സാമ്യത ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഏതെങ്കിലും രണ്ട് പ്രവർത്തികൾ തമ്മിൽ സാമ്യമുണ്ടെങ്കിൽ അത് വിജയകരമായി ചെയ്തു തീർക്കുന്നതിനാവശ്യമായ കഴിവുകളിലും സാമ്യത ഉണ്ടായിരിക്കുമെന്ന് ഈ ബഹുഘടക സിദ്ധാന്തത്തിൽ തോണ്ടേക്ക് അഭിപ്രായപ്പെടുന്നുണ്ട്. അദ്ദേഹം CAVD, C capital C capital A capital V capital D, CAVD ടെസ്റ്റ് എന്നൊരു ബുദ്ധിശോധകം തോണ്ടേക്ക് വികസിപ്പിച്ചിട്ടുണ്ട്. CAVD ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബുദ്ധിശോധകം തോണ്ടേക്കിൻ്റെതായിട്ടുണ്ട്. അതിനകത്ത് C എന്ന് പറയുന്നത് സെന്റൻസ്, എന്തോ CAVD, C for cat, A for animal, D for rat, D for dog. CAVD. Okay. C എന്ന് പറയുന്നത് സെന്റൻസ് കംപ്ലീഷൻ ആണ്. A എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കൽ റീസണിംഗ്, V vocabulary, D direction or following directions. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട്, അതായത് സെന്റൻസ് കംപ്ലീഷന്, അതുപോലെ അരിത്തമെറ്റിക്കൽ റീസണിംഗ്, വൊക്കാബുലറി, ദെൻ ഡയറക്ഷൻ അല്ലെങ്കിൽ ഫോളോയിങ് ഡയറക്ഷൻസ്, ഇതൊക്കെ വരുന്ന ഒരു ബുദ്ധിശോധകം, ബുദ്ധി പരീക്ഷ നടത്തുന്നതിനുള്ള ഒരു ടെസ്റ്റ് ആണ് CAVD എന്ന് പറയുന്നത്. അത് തോണ്ടേക്കിൻ്റെതാണ്. ഇത്രയുമാണ് തോണ്ടേക്കിന്റെ ബഹുഘടക സിദ്ധാന്തം. ഇനി അഞ്ചാമത്തെ CAVD-യിലെ അത് ഓരോന്നും ഏതൊക്കെയാന്ന് ഒന്നുകൂടെ ഒന്ന് പറയുമോ? C for sentence completion. വാചകങ്ങൾ പൂരിപ്പിക്കത്തില്ല, സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യില്ലേ. Then A for arithmetical reasoning, ഗണിത ശേഷിയുമായി ബന്ധപ്പെട്ട. Then B for vocabulary.
ഡി. ഡി ഫോർ ഡയറക്ഷൻ അല്ലെങ്കിൽ ഫോളോയിങ് ഡയറക്ഷൻസ്. ഓക്കെ മിസ്. നമ്മുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകാൻ പറയില്ലേ, അതേപോലത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ ഓക്കെ. ഫിഫ്ത് വൺ, സംഘഘടക സിദ്ധാന്തം. ആരാണ് സംഘഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? തസ്റ്റൺ ആണ്. തസ്റ്റൺ, അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ തസ്റ്റൺ ആണ് ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം പറയുന്നത് ബുദ്ധിശക്തി അനേകം പ്രാഥമിക സംഘഘടകങ്ങൾ അഥവാ പ്രൈമറി ഗ്രൂപ്പ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മാനസിക ശേഷികളുടെ സമാഹാരമാണെന്നാണ് പറയുന്നത്. എന്താണ്? ബുദ്ധിശക്തി അനേകം പ്രാഥമിക സംഘഘടകങ്ങളുടെ അഥവാ പ്രൈമറി ഗ്രൂപ്പ് ഫാക്ടേഴ്സ് അതല്ലെങ്കിൽ മാനസിക ശേഷികളുടെ സമാഹാരമാണെന്നാണ് പറയുന്നത്. അതാണ് ബുദ്ധിശക്തി. ഒരുപാട് പ്രാഥമിക സംഘഘടകങ്ങൾ ചേർന്ന് വരുന്നതാണ് ബുദ്ധിശക്തി. ഇനി അദ്ദേഹം ഏതൊക്കെയാണ് ആ പ്രാഥമിക സംഘഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 7 എണ്ണമുണ്ട്. അത് ഒന്ന് സാംഖിക ഘടകം അഥവാ ന്യൂമറിക്കൽ ഫാക്ടർ. സാംഖിക ഘടകം അഥവാ ന്യൂമറിക്കൽ ഫാക്ടർ. രണ്ടാമത്തെ വാചിക ഘടകം അഥവാ വെർബൽ ഫാക്ടർ. 3 സ്മൃതി ഘടകം അഥവാ മെമ്മറി ഫാക്ടർ. 4 യുക്തി ചിന്താ ഘടകം അഥവാ റീസണിംഗ് ഫാക്ടർ. 5 പദബന്ധ ഘടകം അഥവാ വേർഡ് അസോസിയേഷൻ ഫാക്ടർ. 6 പ്രത്യക്ഷണ വേഗത ഘടകം അഥവാ പെർസെപ്ച്വൽ സ്പീഡ് ഫാക്ടർ. 7 വസ്തുക്കളുടെ ത്രിമാന സ്ഥിതി മനസ്സിൽ കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അഥവാ സ്പേഷ്യൽ ഫാക്ടർ. ഇങ്ങനെ 7 പ്രാഥമിക സംഘഘടകങ്ങൾ ചേർന്നതാണ്. എന്തോ ഏഴാമത്തെ ഒന്നുകൂടെ പറയാം. ഏഴാമത്തേത് വസ്തുക്കളുടെ ത്രിമാന സ്ഥിതി. ഒരു 3 ഡയമെൻഷണൽ വ്യൂ ഉണ്ടല്ലോ. അപ്പൊ ആ 3 ഡയമെൻഷണൽ വ്യൂ മനസ്സിൽ കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. വസ്തുക്കളുടെ ത്രിമാന. നാലാമത്തെ ഒന്ന് പറയോ? സ്മൃതി ഘടകം കഴിഞ്ഞിട്ടുള്ളത് ഘടകം അഥവാ റീസണിംഗ് ഫാക്ടർ. യുക്തി ചിന്താ ഘടകം. അപ്പൊ ഈ പറഞ്ഞ 7 പ്രാഥമിക സംഘഘടകങ്ങളുടെയും ഒരു സമാഹാരമാണ് ബുദ്ധി എന്നാണ് തസ്റ്റൺ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ഇനി 6ാമത്തേതാണ് ത്രിമുഖ സിദ്ധാന്തം. ഗിൽഫോർഡിന്റേതാണ്. ഗിൽഫോർഡ്, JP ഗിൽഫോർഡ് ആണ് ത്രിമുഖ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. JP ഗിൽഫോർഡ്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും 3 മുഖങ്ങൾ അഥവാ 3 ഫേസസ് ഉണ്ടെന്നും അവയെ ത്രിമാന രൂപത്തിൽ ചിത്രീകരിക്കാം എന്നും ഗിൽഫോർഡ് അഭിപ്രായപ്പെടുന്നു. അപ്പം നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചുള്ള ഏതൊരു പ്രവൃത്തിക്കും അല്ലെങ്കിൽ ഏതൊരു വ്യവഹാരത്തിനും 3 മുഖങ്ങൾ, 3 ഫേസസ് ഉണ്ടെന്നും അവയെ ഒരു 3 ഡയമെൻഷണൽ വ്യൂവിൽ ഒരു ത്രിമാന രൂപത്തിൽ ചിത്രീകരിക്കാമെന്നും ഗിൽഫോർഡ് പറയുന്നുണ്ട്. അതിന്റെ പിക്ചർ ഒക്കെ ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ആ 3 ഇതെന്ന് പറയുന്നത്, ഘടകങ്ങൾ എന്ന് പറയുന്നത്? അതിൽ ഒന്നാമത്തേതാണ് മാനസിക പ്രക്രിയകൾ അഥവാ ഓപ്പറേഷൻസ്. മാനസിക പ്രക്രിയകൾ അഥവാ ഓപ്പറേഷൻസ്. ഇനി ഞാൻ ആ മാനസിക പ്രക്രിയകളിലെ ഉപഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. മാനസിക പ്രക്രിയകളിലെ ഉപഘടകങ്ങളാണ് വൈജ്ഞാനികം അഥവാ കൊഗ്നിഷൻ. വൈജ്ഞാനികം. ഓർമ്മ, മെമ്മറി. ഈ ഓർമ്മയെ തന്നെ അവിടെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിട്ടൻറ്റീവ് മെമ്മറി ആൻഡ് അസോസിയേറ്റീവ് മെമ്മറി എന്നിങ്ങനെ 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഓർമ്മയെ. റിട്ടൻറ്റീവ് മെമ്മറി ആൻഡ് അസോസിയേറ്റീവ് മെമ്മറി. ഒന്നാമത്തെ വൈജ്ഞാനിക, രണ്ടാമത്തെ ഓർമ്മ, മൂന്നാമത്തെ വിവ്രജന ചിന്ത അഥവാ ഡൈവേർജന്റ് തിങ്കിങ്. വിവ്രജന ചിന്ത അഥവാ ഡൈവേർജന്റ് തിങ്കിങ്. നാലാമത്തെ സംവ്രജന ചിന്ത അഥവാ കൺവേർജന്റ് തിങ്കിങ്. 5 മൂല്യനിർണയം. അപ്പം 5 എണ്ണം പറഞ്ഞു. അതിനകത്ത് ഓർമ്മയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഉപഘടകങ്ങൾ അവിടെ വരുന്നുണ്ട്. വൈജ്ഞാനിക ഓർമ്മ എന്ന് പറയുന്നത് റിട്ടൻറ്റീവ് മെമ്മറിയും അസോസിയേറ്റീവ് മെമ്മറിയുമാണ്. വിവ്രജന ചിന്ത, സംവ്രജന ചിന്ത, മൂല്യനിർണയം.
അങ്ങനെ 6 അത് ഒന്നാം മാനസിക പ്രക്രിയകൾ. രണ്ടാമത്തെ ഘടകമാണ് ഉള്ളടക്കം അഥവാ കണ്ടന്റ്സ്. ഉള്ളടക്കം, അവിടെയും 5 ഘടകങ്ങളാണ് ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്നാമത്തേത് രൂപം അഥവാ വിഷ്വൽ ഓർ ഫിഗറൽ എന്ന് പറയാം. രൂപം, വിഷ്വൽ ഓർ ഫിഗറൽ. ബി ശ്രവ്യം, ഓഡിറ്ററി, ശ്രവ്യം, ഓഡിറ്ററി. 3 പ്രതീകം അഥവാ സിംബോളിക്. 4 അർത്ഥം അഥവാ സെമാന്റിക്, സിമാന്റിക്. 5 വ്യവഹാരം അഥവാ ബിഹേവിയർ. ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട 5 ഘടകങ്ങൾ: രൂപം, ശ്രവ്യം, പ്രതീകം, അർത്ഥം, വ്യവഹാരം. ഇനി ഉൽപ്പന്നം 6 ഘടകങ്ങൾ വരും. ഇത് ചേർന്ന് വരുമ്പോൾ 6 ഏത് പ്രവൃത്തിയിലൂടെ വരുന്ന ഉൽപ്പന്നം, അത് 6 ഉണ്ട്. 1 ഏകകങ്ങൾ അഥവാ യൂണിറ്റ്സ്. രണ്ടാമത്തെ വിഭാഗങ്ങൾ, വർഗങ്ങൾ, ക്ലാസസ്. വിഭാഗങ്ങൾ ഓർ വർഗങ്ങൾ, ക്ലാസസ്. 3 ബന്ധങ്ങൾ അഥവാ റിലേഷൻസ്. 4 സംഹിതകൾ ഓർ വ്യവസ്ഥകൾ, സിസ്റ്റം. 5 പരിണിത രൂപങ്ങൾ അഥവാ രൂപാന്തരണങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ്. 6 സൂചനകൾ അഥവാ ഇംപ്ലിക്കേഷൻസ്. ഇങ്ങനെ 6 ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഉൽപ്പന്നങ്ങൾ. അപ്പം ഈ 3 മാനങ്ങൾ ഏതൊക്കെയാണ്? മാനസിക പ്രക്രിയകൾ, ഉള്ളടക്കം, ഉൽപ്പന്നം. എത്രയാണ് മാനസിക പ്രക്രിയകൾ? 6. 6. ഉള്ളടക്കം 5. 6 × 5. എത്രയാണ് ഉൽപ്പന്നം? 6. 6 × 5 × 6 എന്ന് പറയുമ്പോൾ 180 മാനസിക ശേഷികൾ ഉണ്ട് എന്നാണ് ഗിൽഫോർഡ് അഭിപ്രായപ്പെടുന്നത്. 180 മാനസിക ശേഷികൾ. ഗിൽഫോർഡിന്റെ ഈ സിദ്ധാന്തത്തിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ അഥവാ SI മോഡൽ എന്നറിയപ്പെടുന്നു. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ അഥവാ SI മോഡൽ. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ അഥവാ SI മോഡൽ. ഇത്രയുമാണ് ഗിൽഫോർഡ്. ഇനി ഒരെണ്ണമുള്ളത് 7ാമത്തെ റെയ്മണ്ട് കെയ്റ്റ്. എന്തോ 180 ആണോ 150 ആണോ? 180. ഓക്കെ, താങ്ക് യു. അതായത് 6 × 5 × 6 അപ്പൊ എത്ര വരും? 180. 6 × 5 × 6. ഇനി റെയ്മണ്ട് കെയ്റ്റിലിന്റെ ബുദ്ധിവിഭജനം. കെയ്റ്റിൽസ് 2 ക്ലസ്റ്റേഴ്സ് തിയറി എന്നാണ് പറയുന്നത്. കെയ്റ്റിൽസ് 2 ക്ലസ്റ്റേഴ്സ് തിയറി. 2 ക്ലസ്റ്റേഴ്സ്, CLUSTERS, 2 ക്ലസ്റ്റേഴ്സ് തിയറി. 1963 റെയ്മണ്ട് കെയ്റ്റൽ ബുദ്ധിക്ക് ഫ്ലൂയിഡ് ഇന്റലിജൻസ് അഥവാ ദ്രവബുദ്ധി, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് അഥവാ ഖരബുദ്ധി എന്നിങ്ങനെ 2 ഘടകങ്ങൾ ഉണ്ട് എന്ന വാദം മുന്നോട്ട് വെച്ചു. എന്തൊക്കെയാണ്? ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. ആ വ്യക്തിയുടെ പേരെന്ന് പറയാവോ? അതിന്റെ ഫസ്റ്റിലെ പറഞ്ഞ ആളുടെ പേരെന്ന് പറയാവോ? റെയ്മണ്ട് കെയ്റ്റൽ. റെയ്മണ്ട് കെയ്റ്റൽ, CATTELL. റെയ്മണ്ട് കെയ്റ്റൽ. കെയ്റ്റൽസ് എന്ന് മാത്രമേ എവിടെയും കാണുള്ളൂ. ഈ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ കെയ്റ്റലിന്റെ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പം അദ്ദേഹം പറഞ്ഞു ബുദ്ധിക്ക് 2 ഘടകങ്ങൾ, ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്, ദ്രവബുദ്ധിയും ഖരബുദ്ധിയും എന്നിങ്ങനെ 2 ഘടകങ്ങൾ ഉണ്ട് എന്ന വാദം മുന്നോട്ട് വെച്ചു. ഫ്ലൂയിഡ് ഇന്റലിജൻസ് GF എന്നും ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് GC എന്നും അറിയപ്പെടുന്നു. GF ആൻഡ് GC. ഈ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിനെയും അതുപോലെ ഫ്ലൂയിഡ് ഇന്റലിജൻസിനെയും പറ്റി കൂടുതൽ പഠനം നടത്തിയ മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ജോൺ ഹോൺ. ജോൺ ഹോൺ. ജോൺ ഹോൺ. ഓക്കെ. റെയ്മണ്ട് ഹോൺ. ഹോൺ. ജോൺ ഹോൺ. അപ്പം ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ആൻഡ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞ് ബുദ്ധിക്ക് 2 ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് റെയ്മണ്ട് കെയ്റ്റിലാണ്. ഇവയെ പറ്റി, ഫ്ലൂയിഡ് ഇന്റലിജൻസിനെയും ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിനെയും പറ്റി കൂടുതൽ
പഠനം നടത്തിയത് ജോൺ ഹോൺ എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസ് വ്യക്തിയിൽ ആന്തരികമായി നിലനിൽക്കുന്ന, അതായത് ഇന്നേറ്റ് ആയിട്ടുള്ള സാമാന്യമായ ഒരു കഴിവാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ്? വ്യക്തിയിൽ ആന്തരികമായി നിലനിൽക്കുന്നതും ഫ്ലൂയിഡ് ഇന്റലിജൻസ് അഥവാ ദ്രവബുദ്ധി. നമുക്കിതിനെ സ്പിയർമാന്റെ ജി ഫാക്ടറിനോട്, ജനറൽ ഫാക്ടറിനോട് ഉപമിപ്പിക്കാം. അപ്പം പിന്നെ റെയ്മണ്ട് കാറ്റലിന്റെ ഫ്ലൂയിഡ് ഇന്റലിജൻസിനെ സ്പിയർമാന്റെ ജി ഫാക്ടറിനോട് ഉപമിപ്പിക്കാം. ഓക്കെ, ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസ് ജീവിതത്തിലുടനീളം ഒരേ നിലയിലായിരിക്കും തുടരുന്നത്, എന്നും ഒരേപോലെ ആയിരിക്കും തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മളുടെ യുക്തിചിന്ത, ഓർമ്മ, പ്രശ്നപരിഹരണം, പാറ്റേണുകൾ തിരിച്ചറിയൽ തുടങ്ങിയവയൊക്കെയും ഈ GF-ൽ ഉൾപ്പെടുന്നവയാണ്, ഫ്ലൂയിഡ് ഇന്റലിജൻസിൽ ഉൾപ്പെടുന്നവയാണ്. ഇതൊക്കെയാണ് യുക്തിചിന്ത, ഓർമ്മ, പ്രശ്നപരിഹരണം, പാറ്റേണുകൾ തിരിച്ചറിയൽ, ഇതൊക്കെയും GF-ൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അമൂർത്ത ചിന്തനത്തിന് GF ആവശ്യമാണ്. നമുക്ക് അമൂർത്തമായി ചിന്തിക്കണമെങ്കിൽ GF ആവശ്യമാണ്. മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ GF-നെ അഥവാ സാരമായി ബാധിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പം നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങളൊന്നും ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസിനെ സാരമായി ബാധിക്കത്തില്ല എന്നാണ് ഏറ്റൻ അഭിപ്രായപ്പെടുന്നത്. 20 വയസ്സിന് ശേഷം, ഏതാണ്ട് 20 വയസ്സിന് ശേഷമാണ് 20 വയസ്സിന് ശേഷം GF-ന്റെ വളർച്ചാ തോത് കുറയുന്നതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. 20 വയസ്സിന് ശേഷം ഫ്ലൂയിഡ് ഇന്റലിജൻസിന്റെ വളർച്ചാ തോത് കുറയുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതേസമയം ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് വിശിഷ്ടവും ആർജിതവുമായ ഒരു കഴിവാണ്, നമ്മൾ നേടിയെടുക്കുന്നതാണ്. അതുപോലെ നാം ആർജിച്ച അറിവിനെ പ്രശ്ന പരിഹരണ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു നൈപുണിയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേടിയ അറിവിനെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിന്റെ ഒരു കഴിവാണ്. അതുപോലെ തന്നെ അറിവിനെയും മുന്നനുഭവങ്ങളെയും ആശ്രയിച്ചുള്ള കഴിവുകളാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അറിവിനെയും മുന്നനുഭവങ്ങളെയും ആശ്രയിച്ചുള്ള കഴിവുകളാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് അഥവാ GC. ഇനി അടുത്തത് ബഹുമുഖ ബുദ്ധിയാണ്. അതിപ്പോ ഇന്ന് പറഞ്ഞാൽ എവിടെയും തീരില്ല, നിങ്ങൾക്കറിയാമല്ലോ. ആരുടേതാണ് ബഹുമുഖ ബുദ്ധി? ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ സർ, രതീഷ് സർ ഉണ്ടോ? ഹലോ സാറേ